ചൈനയെ കളത്തിലേക്ക് വലിച്ചിടാൻ ആരെല്ലാം ശ്രമിച്ചാലും അവര് മൂഢരുടെ സ്വർഗത്തിൽ ജീവിക്കുന്നവരായിരിക്കും. തൈവാനിലെ ഭരണകൂടത്തോടുള്ള അമേരിക്കൻ നിലപാട്, അതിൽ മാറ്റമുണ്ടായാൽ ഒരുപക്ഷെ ചൈനയും അമേരിക്കയും മുഖാമുഖം വന്നു എന്നിരിക്കാം. അതിനെ അമേരിക്കൻ കപ്പലുകൾ, പടക്കപ്പലുകൾ തടയാൻ ശ്രമിച്ചാൽ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവും. ആ സിറ്റുവേഷനിൽ ചൈനയുടെ സൈന്യത്തിന് ഇടപെടേണ്ട അന്തരീക്ഷം വന്നാൽ മേഖലയിൽ നിന്നും യുദ്ധം മാറാൻ സാധ്യതയുണ്ട്, കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇറാനാണ് ടാർഗറ്റ് എന്ന് പറയുമ്പോഴും ഇസ്രായേലിനെ സംരക്ഷിക്കാനാണ് നടപടി എന്ന് പറയുമ്പോഴും ആത്യന്തിക ലക്ഷ്യം ചൈന ആണ് എന്ന് കരുതുന്നവർ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇറാന്റെ തുറമുഖത്ത് നിന്ന് പോകുന്ന കപ്പലുകൾ അമേരിക്ക തടയുന്നു. ചൈനയുടെ കപ്പൽ തടഞ്ഞത് അവരെ പ്രകോപിപ്പിച്ചു. ചൈന ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. പതിയെ ചൈനയെ കളത്തിലേക്ക് വലിച്ചിടുകയാണോ ട്രംപ്? ഇതൊരു തരം തന്ത്രമാണോ? ചൈനയെ കളത്തിലേക്ക് വലിച്ചിടാൻ ആരെല്ലാം ശ്രമിച്ചാലും അവര് മൂഢരുടെ സ്വർഗത്തിൽ ജീവിക്കുന്നവരായിരിക്കും. ട്രംപ് അത് ചെയ്യില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ചൈന പൊതുവെ നേരിട്ട് സംഘർഷങ്ങളിൽ ഏർപ്പെടാൻ വിമുഖത കാട്ടുന്ന രാജ്യമാണ്. ഭാരതവുമായി ഉള്ള സംഘർഷം ടെറിട്ടോറിയൽ സംഘർഷമാണ്, ടിബറ്റുമായി ബന്ധപ്പെട്ട സംഘർഷമാണ്. അതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഇന്ത്യക്ക് നൽകി എന്ന് വേണമെങ്കിൽ കരുതാം. അത് മാത്രമല്ല, ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ടുള്ള സൗത്ത് ചൈന സീയിലെ ചില ദ്വീപുകളുടെ നിയന്ത്രണം ചൈന ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഫിലിപ്പീൻസുമായും ഇന്തോനേഷ്യയുമായും അല്ലെങ്കിൽ മറ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായും ചൈനയ്ക്ക് ചില തർക്കങ്ങളുണ്ട്. അതെല്ലാം ടെറിട്ടോറിയലാണ്. പക്ഷേ ലോകത്തിന്റെ മറ്റൊരിടത്തെ വിഷയങ്ങളിൽ നാളിതുവരെ ചൈന സൈനികമായി ഇടപെട്ടിട്ടില്ല. അമേരിക്കയുടെ രീതിശാസ്ത്രവും ചൈനയുടെ രീതിശാസ്ത്രവും തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ചൈന ഇതുവരെ ഒരു ഓപ്പൺ കോൺഫ്രണ്ടേഷനിൽ അമേരിക്കയുമായി മുഖാമുഖം ഒരു പോരാട്ടത്തിലേക്ക് വന്നിട്ടില്ല. ഒരുപക്ഷെ ചൈനയുടെ ഏറ്റവും വലിയ താല്പര്യം ഫോർമോസ ദ്വീപാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന തൈവാൻ, ചൈനീസ് തൈപ്പേ അല്ലെങ്കിൽ തൈവാനിലെ ഭരണകൂടത്തോടുള്ള അമേരിക്കൻ നിലപാട്, അതിൽ മാറ്റമുണ്ടായാൽ ഒരുപക്ഷെ ചൈനയും അമേരിക്കയും മുഖാമുഖം വന്നു എന്നിരിക്കാം. അതുകൊണ്ടൊരു ഷോ ഡൗൺ സംഭവിക്കുന്നുവെങ്കിൽ എല്ലാ ഊർജവും ചൈന കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചൈനയുടെ ചുറ്റുപാടും തന്നെയാണ്. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്ന മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നത് അമേരിക്കയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അമേരിക്ക ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മറ്റിടത്തേക്ക് നോക്കാതിരിക്കുക. സമാനമായൊരു കാര്യമാണ് ചൈന ചെയ്തിരിക്കുന്നത്. ചൈനയ്ക്ക് ഉള്ളിലേക്ക് നോക്കുക. ചൈനയുടെ വികാസം, ചൈനയുടെ ഇക്കോണമി, ചൈനയുടെ ഇൻഡസ്ട്രി, ചൈനയുടെ ട്രേഡിംഗ് താല്പര്യങ്ങൾ, ചൈനയുടെ വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോയി ഒരുതരം പൊളിറ്റിക്കൽ കമ്മ്യൂണിസം, ഇക്കണോമിക് ക്യാപിറ്റലിസം, ഇത് രണ്ടും ചേർന്ന ഒരുതരം ഏകാധിപത്യ സമ്പ്രദായമായ ചൈനയിൽ നിൽക്കുന്നത്. ഇത് ജനാധിപത്യ ഭരണകൂടമൊന്നുമല്ല, അവിടെ കമ്മ്യൂണിസത്തിന്റെ പരമ്പരാഗത രീതിയുമല്ല. ഈ പ്രൈവറ്റ് ക്യാപിറ്റലൊക്കെ നല്ലപോലെ ഉപയോഗിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് രീതികളെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ചൈനയാണ്. പക്ഷേ ഒരു മിലിറ്ററി ഡോമിനൻസ്, ഒരു മിലിറ്ററി പവറാണ് ചൈന. അത് നിരാകരിക്കാനാവില്ല. പക്ഷേ ചൈനയുടെ ആയുധങ്ങളുടെ പ്രഹരശേഷി ഒരു യുദ്ധഭൂമിയിൽ ഇതുവരെ ഡിസ്പ്ലേ ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുമില്ല. ഇതൊരു വലിയ പ്രഹേളിക തന്നെയാണ്. ആ ഒരർത്ഥത്തിൽ ചൈനീസ് കപ്പലുകളും അമേരിക്കൻ കപ്പലുകളും മുഖാമുഖം വന്നാൽ എണ്ണ കൊണ്ടുപോകാനായി കടന്നു വരുന്ന ചൈനീസ് കപ്പലുകൾ, അത് ഇറാൻ തുറമുഖത്തു നിന്നായിക്കൊള്ളട്ടെ, UAEയുടെയോ സൗദിയുടെയോ കുവൈത്തിന്റെയോ ബഹ്റിന്റെയോ ഖത്തറിന്റെയോ തുറമുഖത്തു നിന്നായിക്കൊള്ളട്ടെ, അതിനെ അമേരിക്കൻ കപ്പലുകൾ, പടക്കപ്പലുകൾ തടയാൻ ശ്രമിച്ചാൽ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവും. ആ സിറ്റുവേഷനിൽ ചൈനയുടെ സൈന്യത്തിന് ഇടപെടേണ്ട അന്തരീക്ഷം വന്നാൽ മേഖലയിൽ നിന്നും യുദ്ധം മാറാൻ സാധ്യതയുണ്ട്, കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. ആ രീതിയിലേക്ക് പോകും എന്ന് ഇപ്പോഴത്തെ നിലയിൽ കരുതാനാവില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം 2-3 ചൈനീസ് കപ്പലുകൾ അമേരിക്കൻ സേനാ വിന്യാസത്തിനിടയിലൂടി പുറത്തു പോയി എന്നും അകത്തു വന്നു എന്നും പറയുന്നത് ആ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നേരിട്ട് ഏറ്റുമുട്ടാൻ, നേരിട്ടൊന്ന് ഉറച്ചു നോക്കാൻ, മുട്ടി നോക്കാൻ, ചൈനയും അമേരിക്കയും തമ്മിൽ മുട്ടി നോക്കാൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ തയ്യാറാകും എന്ന് കരുതാനാവില്ല. ഇവിടെ വെനസ്വല, ഹോർമോസ്, ചൈനയെ കുരുക്കുന്ന അമേരിക്കയുടെ 2 നീക്കങ്ങളാണ് ഇത്. അടുത്തതായി മലാക്കയിലും ട്രംപ് കണ്ണുവെക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ചൈനയാണോ ട്രംപിന്റെ ആത്യന്തികമായ ലക്ഷ്യം, അല്ലെങ്കിൽ ഇര? അങ്ങനെ ചിന്തിക്കുന്ന പലരുമുണ്ട്. ചൈനയാണ് ആത്യന്തികമായ ലക്ഷ്യം. ഇത് മുൻപും നമ്മൾ വിശദമായി സംസാരിച്ചൊരു കാര്യമാണ്. ചൈന എന്തുകൊണ്ട് അമേരിക്ക ഭയപ്പെടുന്നു? 2030-35 കാലഘട്ടത്തിൽ ചൈന വിൽ ഓവർടേക്ക് അമേരിക്ക. ഗ്ലോബൽ ഇക്കോണമി ഇൻഡെക്സിൽ അമേരിക്കയുടെ GDPയേക്കാൾ കൂടുതൽ ചൈനയ്ക്ക് GDP ഉണ്ടാകാം. കാരണം പ്രൊജക്ഷൻസ് ആണ്, വളർച്ചാ നിരക്ക് കൂടി പരിഗണിക്കുമ്പോൾ. ഇപ്പോൾ ഇതാ
2026 നിന്നുകൊണ്ട് നോക്കുമ്പോൾ അമേരിക്ക ഈസ് എ 31 ട്രില്യൺ ഇക്കോണമി, ചൈന ഈസ് എ 19 ട്രില്യൺ ഇക്കോണമി. ഈ 19 നിന്നും 30-35 ചൈന വളരുമ്പോൾ അമേരിക്ക 30 നിന്നും 35 വളരെ ഇഴഞ്ഞിഴഞ്ഞായിരിക്കും നീങ്ങുന്നത്. കാരണം അമേരിക്കയുടെ ഉത്പാദനക്ഷമത കുറവാണ്, പ്രൊഡക്ഷൻ വളരെ കുറവാണ്. ചൈന ഒരു പ്രൊഡക്ഷൻ ഓറിയന്റഡ്, എക്സ്പോർട്ട് ഓറിയന്റഡ് ഇക്കോണമിയാണ്. അമേരിക്ക ഈസ് എൻ ഇമ്പോർട്ട് ഓറിയന്റഡ് ഇക്കോണമി. സായുധ കാര്യങ്ങൾ, ആർമമെന്റ്സ് ഒക്കെ കയറ്റി അയക്കുന്നുണ്ട്, വിമാനങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. അത് മാത്രമല്ലല്ലോ, ചൈന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് അമേരിക്കൻ വിപണി ചൈനയ്ക്ക് നഷ്ടപ്പെടുന്നു എന്നത് വലിയൊരു ആഘാതമാണ് ഒരു പരിധിവരെ. പക്ഷേ ചൈന മറ്റ് വിപണികൾ, യൂറോപ്യൻ വിപണി, യൂറോപ്യൻ ചൈനയും തമ്മിൽ വലിയ വ്യാപാരം നടക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള വിപണി എന്ന് വേണ്ട വിവിധ വിപണികളിലേക്ക് ഡൈവേഴ്സിഫൈഡ് പോളിസിയാണ് ചൈനയുടേത്. അതുകൊണ്ട് ചൈനയെ അങ്ങനെ കണ്ടെയ്ൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ചൈനയ്ക്കെതിരെ ഈ വ്യാപാര യുദ്ധമൊക്കെ പ്രഖ്യാപിച്ച്, ടാരിഫ് യുദ്ധം അങ്ങനെ കയറ്റി വിളിച്ച് ലേലം വിളിച്ച് 256% വരെ ടാരിഫ് കയറ്റിയതിനു ശേഷം 35% താഴ്ത്തിക്കൊണ്ടുവരാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നിർബന്ധിതനായത് ചൈനയുടെ വലിപ്പം കാരണമാണ്, ചൈനയുടെ ഒരു പ്രസക്തി കാരണമാണ്. റെയർ എർത്തുകൾ അമേരിക്ക കിട്ടണമെങ്കിൽ ചൈനയിൽ നിന്നും പോകണം. അതുകൊണ്ട് ചൈനയ്ക്ക് ചില തുറപ്പ് ചീട്ടുകൾ ഉണ്ട്, അമേരിക്കയ്ക്ക് അതിനെ വെല്ലാൻ ആവുന്ന ഒരു നിലയിലല്ല. അതുമാത്രമല്ല, ചൈന ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾ, അത് ഭാരതം ലേശം മാറി നിൽക്കുന്ന ബ്രിക്സിൽ അംഗമാണെങ്കിലും ഒരുപക്ഷെ ഡോളറിനെതിരായി ഒരു ബ്രിക്സ് കറൻസി അല്ലെങ്കിൽ മറ്റൊരു പുതിയ കറൻസി സംവിധാനം ഉണ്ടാവണം, ആ കറൻസിയിലായിരിക്കണം ഇന്റർനാഷണൽ ട്രേഡ് എന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ്. റഷ്യയും ചൈനയും ഒക്കെ അതിനോടൊപ്പം നിൽക്കുന്ന രാജ്യമാണ്. ബ്രസീലും സൗത്ത് ആഫ്രിക്കയും ഒക്കെ അതിനനുകൂലമായി നിൽക്കുന്ന രാജ്യമാണ്. ബ്രിക്സിനുള്ളിൽ തന്നെ ഇന്ത്യ മാത്രമാണ് ലേശം അമേരിക്ക പക്ഷത്തേക്ക് അല്ലെങ്കിൽ ചാഞ്ഞു നിൽക്കുന്നത്. ഈ ഒരു കോമൺ കറൻസി എന്നതിന് ഇന്ത്യ 8 വീടിലും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നടക്കാതെ പോയത്. അമേരിക്ക ആത്യന്തികമായി ഭയക്കുന്നു, ഇപ്പോൾ ചൈനയെ കണ്ടെയ്ൻ ചെയ്തില്ല എങ്കിൽ പിടിച്ചാൽ കിട്ടാത്ത ഉയരങ്ങളിലേക്ക് ചൈന കുതിക്കും എന്ന ഭീഷണിയുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ചൈനയെ കൺട്രോൾ ചെയ്യുക? ചൈനയിലേക്കുള്ള ഓയിൽ സപ്ലൈ കട്ട് ചെയ്യുക. റഷ്യയിൽ നിന്ന് കിട്ടും ഓയിൽ, സമ്മതിക്കുന്നു. പക്ഷെ വെനിസ്വലയിൽ നിന്നായിരുന്നു ചൈന പ്രധാനമായും ഇറക്കുന്നത്. വെനിസ്വല ഏറ്റവും അധികം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിരുന്നല്ലോ. പക്ഷേ ഇനിയും ഉൽപ്പാദനം കൂടാൻ സാധ്യതയുണ്ട്. കാരണം അമേരിക്കയുടെ ടെക്നോളജി അവിടെ വരും. അവിടുത്തെ എണ്ണ കൂടുതൽ ഖനനം ചെയ്തെടുക്കാൻ സാധ്യതയുണ്ട്. പണ്ടൊരു ഒബ്സലീറ്റ് ടെക്നോളജിയാണ്. അതൊരു മഡൂറോ കാലഘട്ടത്തിലും അതിനു മുമ്പ് ഷാവേസ് കാലഘട്ടത്തിലുമൊക്കെ വെനിസ്വലയിൽ ഒരു വലിയ മെല്ലപ്പോക്കാരൻ, സോഷ്യലിസത്തിന്റെ എല്ലാ ന്യൂനതകളും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇതാ അമേരിക്കയുടെ ബുൾഡോസിങ് കടന്നു വരുമ്പോൾ അത് ന്യായമാണെന്നല്ല പറയുന്നത്, അതിനകത്ത് നീതിശാസ്ത്രമല്ല പറയുന്നത്, രീതിശാസ്ത്രമാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ വെനിസ്വലയിൽ എണ്ണ കൂടുതലായി വരും. പക്ഷേ ചൈനയിലേക്ക് ഒരുപക്ഷെ വെനിസ്വലയുടെ എണ്ണ കയറ്റുമതി ഉണ്ടാവില്ല. വെനിസ്വലയുടെ എണ്ണയുടെ 80% കൊണ്ടുപോയിരുന്നത് ചൈനയാണ്. അതേപോലെ തന്നെ ഇറാന്റെ എണ്ണയുടെ 90%, 85 മുതൽ 90% എണ്ണ പോയിരുന്നത് ചൈനയിലേക്കാണ്. അപ്പോൾ ഈ 2 പരമ്പരാഗത സോഴ്സുകളും ഒരുപോലെ കട്ട് ചെയ്താൽ ചൈനയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ചൈനയുടെ വ്യവസായ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ, ചൈനീസ് ഇക്കോണമി വളരണമെങ്കിൽ എണ്ണ ആവശ്യമാണ്, ക്രൂഡ് ഓയിൽ ആവശ്യമാണ്, നാച്ചുറൽ ഗ്യാസ് ആവശ്യമാണ്. റഷ്യക്ക് നൽകാനാവുന്നതിനൊരു പരിധിയുണ്ട്. അതുകൊണ്ട് ചൈനയെ പോലെ ഇന്ത്യക്കും അതേ പ്രശ്നം തന്നെയുണ്ട്. പക്ഷേ ചൈനയാണ് ഒരു പക്ഷേ ടാർഗറ്റ് ആകുന്നത്. ഹോർമൂസ് വഴി കടന്നു പോകുന്ന കപ്പലുകൾ ചൈനയെ ലക്ഷ്യമാക്കി പ്രയാണത്തിൽ ഉള്ളവയാണ് മഹാഭൂരിപക്ഷവും. ഒരു പക്ഷേ ഹോർമൂസ് ഉപരോധത്തിന് പിന്നിലെ അദൃശ്യ ശക്തിയായി പ്രവർത്തിച്ചിരിക്കുന്നത് അമേരിക്കയുടെ മനസ്സിലെ ഈ ഒരു ചിന്തയാണ്. ഹോർമൂസ് ഉപരോധിക്കുന്നത് വഴി ചൈന ബിക്കംസ് ചോക്ഡ്. ഹോർമൂസ് അല്ല ചോക്ഡ് ആകുന്നത്, മറിച്ച് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മേലാണ് പൂട്ടുവീഴുന്നത്. അത് തങ്ങൾക്ക് വളരാനുള്ള അവസരം ഉണ്ടാക്കും. ചൈനയുടെ കടിഞ്ഞാണില്ലാത്ത കുതിച്ചു പോക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന ഒരു ലാർജർ അജണ്ട ഇതിന് പിന്നിലുണ്ട്. മാത്രമല്ല, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവായി ചൈന മുന്നോട്ട് പോകുന്നു. അത് ഇറാന്റെയൊക്കെ വടക്കൻ പ്രദേശത്തു കൂടിയാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. അതെങ്ങനെയെങ്കിലും പൊളിച്ചെടുക്കുക. യൂറോപ്പിലേക്കുള്ള ചൈനയുടെ ഒക്കെ പാതയാണത്. വെസ്റ്റ് ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെയുള്ള ചൈനയുടെ പാതയാണ്. ഇതൊന്നും നേരിട്ട് ആക്രമിച്ച് കീഴടക്കാനാവില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ബ്രേക്കുകൾ ഉണ്ടാക്കുക, എവിടെയെങ്കിലുമൊക്കെ ചില കട്ടിംഗ് പോയിന്റുകൾ ഉണ്ടാക്കുക. ഇതെല്ലാം അമേരിക്കയുടെ നയത്തിന്റെ ഭാഗമാണോ എന്ന് ഇപ്പോൾ സംശയിക്കുക. അതുകൊണ്ട് ഇറാനാണ് ടാർഗറ്റ് എന്ന് പറയുമ്പോഴും, ഇസ്രായേലിനെ സംരക്ഷിക്കാനാണ് നടപടി എന്ന് പറയുമ്പോഴും, ആത്യന്തിക ലക്ഷ്യം ചൈന ആണ് എന്ന് കരുതുന്നവർ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്.